Hello friends, Cryptovert Capital Malayalam പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏതൊരു ക്രിപ്റ്റോ ലവേഴ്സും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാൻ കുറച്ച് ക്രിപ്റ്റോ ടൂൾസ് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ക്രിപ്റ്റോ ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോയിൻഗെക്കോയും കോയിൻ മാർക്കറ്റ് ക്യാപ്പും. ഇത് രണ്ടും കോയിൻസ് അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഏതൊരു പുതിയ കോയിൻ ലിസ്റ്റ് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം അപ്പിയർ ചെയ്യുന്നത് ഈ രണ്ട് വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളത് മസ്റ്റാണ്. സ്വന്തമായിട്ട് ക്രിപ്റ്റോ ഗവേഷണം നടത്തി ഡീപ് ഡൈവ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളുകളിൽ ഒന്നായ കോയിൻഗെക്കോയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. If you want to know more details about Coingecko, let's dive into the video along with me, Febin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. കോയിൻഗെക്കോ എന്നുള്ളത് ക്രിപ്റ്റോ കോയിനുകളുടെ ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോയെക്കുറിച്ചുള്ള എന്ത് കാര്യവും നമുക്ക് ആദ്യം ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാകും. പ്രധാനമായും 7 സെക്ഷനിലായിട്ടാണ് ഇതിൻ്റെ ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാർക്കറ്റ് ഓവർവ്യൂ. അതിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഇൻഫർമേഷൻസ് കാണിക്കും. ഇത് നമുക്കൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടി കാണിക്കുന്നതാണ്. അതായത് ഒരു 10,000-ലധികം കോയിനുകളുണ്ട്, 870-ലധികം എക്സ്ചേഞ്ചുകളുണ്ട്. ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1 ട്രില്യൺ ആണ്. അതായത് ക്രിപ്റ്റോ ഇൻഡസ്ട്രി മൊത്തം മാർക്കറ്റ് ക്യാപ്പ് 1 ട്രില്യൺ ആണ്. ഈ 1 ട്രില്യൻ്റെ ഇതിൽ ഏകദേശം $470 ബില്യൺ കൈവശം വെച്ചിരിക്കുന്നത് ബിറ്റ് കോയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ബിറ്റ് കോയിനിൽ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നാൽ ഇത്രയും എമൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ ദാറ്റ്. ബിറ്റ് കോയിൻ 470 ബില്യൺ, എത്തീരിയം 175 ബില്യൺ. അപ്പോൾ ഈ 2 കോയിനുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ പകുതിയിലധികം ക്യാഷും ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ കോയിനുകളും കൂടിയിട്ടാണ്. അതായത് ഈ 11,152 കോയിനും കൂടിയിട്ട് ഏകദേശം മൊത്തം ക്രിപ്റ്റോയുടെ 55% ഉള്ളൂ. അതുകൊണ്ടാണ് ബിറ്റ് കോയിനിൽ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നാൽ ദാറ്റ് വിൽ ബി അവർ ഓപ്പർച്യൂണിറ്റി. അതായത് BRC20 ഉണ്ട്, ബിറ്റ് കോയിൻ സ്റ്റാമ്പ്സ് ഉണ്ട്, ORC20 ഉണ്ട്, ബിറ്റ് കോയിൻ NFTs ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ബിറ്റ് കോയിൻ സ്റ്റിൽ ഹോൾഡ്സ് 50% ഓഫ് ദ മാർക്കറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എത്തീരിയം, ബാക്കി എല്ലാം കൂടി 50%. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട സെക്ഷനാണ് ഇതിലത്തെ കോയിൻസ് എന്ന് പറയുന്ന സെക്ഷൻ. അതായത് ഇതാണ് അതിൻ്റെ കോയിൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ഈ സെക്ഷനിലാണ് ഒരുമാതിരിപ്പെട്ട ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാ ക്രിപ്റ്റോസും ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എല്ലാത്തിൻ്റെയും മാർക്കറ്റ് വോളിയം വെച്ചിട്ട് റാങ്കിങ് ഉണ്ട്. സോ ടോപ്പ് 100 എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിളും എസ്റ്റാബ്ലിഷ്ഡുമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അത് കുറഞ്ഞ് പോകും. അപ്പോൾ ഒരു 400-500 റാങ്കിൻ്റെ ഒക്കെ മേലേക്കുള്ളത് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് മൈക്രോ ക്യാപ്പുകളായി മാറി ഹൈ ഗെയിൻ സാധ്യതകളുണ്ട്. അപ്പോൾ സേഫ് അസറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ടോപ്പ് 100 നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കോയിൻസിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ നമുക്ക് വേണ്ട കോയിൻ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സെർച്ച് ചെയ്യാം. ഒരു എക്സാമ്പിളിനായി നമുക്ക് ഡെക്സ് ടൂൾ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ കോയിനായ ഡെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വന്നിട്ട് ഡെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ ആ കോയിൻ ഇവിടെ കാണിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തുറന്നു വരും. നേരത്തെ കണ്ട പോലെ അതിൻ്റെ പ്രൈസ് ഇവിടെ നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് ടോട്ടൽ സപ്ലൈ. അതായത് സർക്കുലേറ്റിംഗ് സപ്ലൈ, ടോട്ടൽ സപ്ലൈ, മാക്സ് സപ്ലൈ. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. സർക്കുലേറ്റിംഗ് സപ്ലൈ വളരെ കുറവാണെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് സപ്ലൈ അവർ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്തിട്ട് പ്രൈസ് ഇടിക്കാൻ സാധ്യതയുണ്ട്. സോ യൂഷ്വലി മാക്സിമം സപ്ലൈയും ടോട്ടൽ സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈയും ഏകദേശം അടുത്തടുത്ത് ഒരു 75% മേലെ നിൽക്കുന്ന കോയിനുകളാണ് ഹൈ റിട്ടേൺസിന് സാധ്യതയുള്ള കോയിനുകൾ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ 136 മില്യണും അതിൽ 94 മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗുമാണ്. അതായത് ഏകദേശം ഒരു
90%, 75% സപ്ലൈ ഔട്ടാണ്. സോ this has a high potential in the next bull run. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ് ഇൻഫോ എന്ന് പറയുന്നത്. ഇൻഫോ ഇവിടെ നോക്കിയാൽ ഇതിന്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഏതാണെന്ന് അറിയാൻ പറ്റും. ഈ ചിഹ്നത്തിൽ നോക്കിയാൽ ഏത് ചെയിനിലാണ് ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതെന്നും നമുക്കറിയാൻ പറ്റും. പിന്നെ ആ പർട്ടിക്കുലർ കോയിന്റെ വെബ്സൈറ്റ്സ്, മീഡിയം, ട്വിറ്റർ, ടെലഗ്രാം, ഡിസ്കോഡ്, ഇതൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് അവരുടെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അവിടെ പോയി വായിക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ചെയിനുകളിൽ അത് ഉണ്ടെങ്കിൽ അത് ഇവിടെയും കൂടി കാണിക്കും. സോ ഇത് നോക്കിയാൽ നമുക്കറിയാം ഈ ടോക്കൺ ഇത്തീരിയത്തിലും ബിനാൻസ് ചെയിനിലും അവൈലബിൾ ആണ്. ഈ സെക്ഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് പ്രൈസ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമുക്ക് എത്ര ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ ഇവിടെ വന്ന് ഡിഫറെൻറ്റ് ടൈം പീരീഡ് സെലക്ട് ചെയ്താൽ മതി. സോ യൂഷ്വലി നമ്മൾ മാക്സ് ചെക്ക് ചെയ്യും, എന്നിട്ട് ഇത് എത്ര നാൾ മുമ്പ് ഇറങ്ങിയ കോയിനാണ്, എത്ര വരെ മാക്സിമം പോയി, ഇപ്പോൾ ട്രെൻഡ് എങ്ങനെയാണ്. ഇത് ഒരു ജനറൽ അവയർനെസ് ഓരോ കോയിനെ കുറിച്ചും നമുക്ക് വേണ്ടതാണ്. അതിന് ഈ ഗ്രാഫ് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ പ്രിറ്റി ഓൾഡ് കോയിൻ. തുടങ്ങിയ സമയത്ത് ഇതിന്റെ വില 0.001 ആയിരുന്നു. അതിന്റെ പീക്കിൽ ഏകദേശം 90 സെന്റ്, അതായത് ഒരു ഏകദേശം ഒരു 1000x വരെ ഇത് ഈ ചാർട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയും കൂടി സ്ക്രോൾ ചെയ്ത് റൈറ്റ് സൈഡിൽ വന്നാൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്യാഷ്വൽ ലുക്ക് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഇതാണ്. ഓൾ ടൈം ലോയിൽ നിന്ന് ഏകദേശം എത്ര ഇരട്ടി റിട്ടേൺസ് കൊടുത്തു. അപ്പോൾ ഈ സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം ഇത് ഏകദേശം ഒരു 4 million% റിട്ടേൺസ് കൊടുത്തിട്ടുള്ളൊരു കോയിനാണ്. അതായത് ഒരു 47,000x. ഒരു 10 രൂപ നമ്മൾ ഈ കോയിൻ തുടങ്ങിയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, 10 രൂപ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 4.25 ലക്ഷം രൂപ അതിന്റെ മാക്സിമം പോയിന്റിൽ നമുക്ക് കിട്ടുമായിരുന്നു. ഈവൺ അറ്റ് കറന്റ് പ്രൈസ് വി വിൽ ഗെറ്റ് 2.5 ലക്ഷത്തോളം രൂപ 10 രൂപ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, മീം കോയിൻസിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ടൂൾ ഇറങ്ങിയ സമയത്ത്, അതായത് ഡെക്സ് ടൂൾസ് എന്നുള്ളത് ക്രിപ്റ്റോ റിസർച്ചിന് ഉപയോഗിക്കുന്ന വേറൊരു ടൂളാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അപ്പോൾ അതിന്റെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാകും. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ പ്രൊപ്പോസിഷനുള്ള കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൻ ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ വെറുതെ മീം കോയിനിൽ പോയി കാശ് കളയുന്നതിനേക്കാളും നല്ലത് ഇത്തിരിയും കൂടി സ്റ്റേബിളും റിലയബിളും ആയിട്ടുള്ള ഇതുപോലത്തെ കോയിനുകളിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എടുത്താൽ ഗുഡ് റിട്ടേൺസ് കിട്ടും. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, വെറും 10 രൂപ 2 വർഷം കൊണ്ട് 4.5 ലക്ഷം രൂപയായി മാറി. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 45 ലക്ഷം രൂപ റിട്ടേൺ. ആൻഡ് ഈവൺ ഇന്നത്തെ പ്രൈസിലാണെങ്കിൽ കൂടി 22 ലക്ഷം രൂപ റിട്ടേൺ 2 വർഷം കൊണ്ട്. സോ ക്രിപ്റ്റോ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, പ്രൊവൈഡഡ് കറക്റ്റ് ഡയറക്ഷനിൽ നോക്കി നല്ല കോയിനുകൾ നോക്കി എടുക്കുകയാണെങ്കിൽ. ഈ സെക്ഷൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പോകേണ്ട സെക്ഷനുകളാണ് ഇതിന്റെ മാർക്കറ്റ്. ഇത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, എങ്കിലും ഒന്ന് ക്വിക്കായിട്ട് പറയുന്നു. ഈ സെക്ഷൻ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിൽ ഈ കോയിൻ അവൈലബിൾ ആണ് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് തരുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും കോയിൻകെക്കോയുടെ ഫീച്ചറായിട്ട് ഇത് കവർ ചെയ്തു എന്നേ ഉള്ളൂ. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ന്യൂ കോയിൻ ലിസ്റ്റിംഗ്. ഇതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു ഏരിയയാണ്. കാരണം മാക്സിമം ഗെയിൻസ് നമുക്ക് വരുന്നത് പുതിയ കോയിനുകളിൽ ആദ്യം കയറുമ്പോഴാണ്. 100 കോയിൻ ഇറങ്ങുന്നതിൽ 90 സ്കാംസ് ആണ്. എങ്കിലും റിലേറ്റീവ്ലി നല്ല കോയിനുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് ഇൻസെയിൻ ഗെയിൻസ് തരും. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, സാധാരണ ഈ കോയിൻ ഡെക്സുകളിൽ, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ശേഷം അവരൊരു അപ്ലിക്കേഷൻ ഫോം കൊടുത്ത് കോയിൻകെക്കോ അപ്രൂവ് ചെയ്തിട്ടാണ് അതിവിടെ വരുന്നത്. ഡെക്സിൽ ലിസ്റ്റ് ചെയ്ത ശേഷം ഒരു നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കോയിൻകെക്കോയിലോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഓൾവേസ് നമുക്ക് ഒരു ധാരണ വേണം, ഇതൊരു 3-4 ദിവസം പഴയ കോയിനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 3-4 ദിവസം കൊണ്ട് ഒരു 10x 20x ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ചാടി കയറി മേടിക്കുന്നതിന് മുമ്പ് ഒരു റിസർച്ച് ചെയ്യേണ്ടതാണ്. ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏറ്റവും അടുത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിനുകൾ ഏതൊക്കെയാണെന്ന് കാണാം.
ഒരു ക്രിപ്റ്റോ റിസർച്ചർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ സെക്ഷൻ ഡെയിലി ചെക്ക് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കോയിനുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ അതിനെക്കുറിച്ച് ഫർദർ ഡീപ് ഡൗൺ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആഡഡിന്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. സോ ഈ കോയിൻ 15 മണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത് 16 മണിക്കൂർ, 18 മണിക്കൂർ അങ്ങനെ. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ കോളം ഉണ്ട്, ചെയിൻ. ഈ ചെയിനിൽ നോക്കിയാൽ അറിയാം ഇത് ഏത് നെറ്റ്വർക്കിലാണ് റിലീസ് ആയിട്ടുള്ളത് എന്ന്. സോ ദിസ് ഇൻഡിക്കേറ്റ് എത്തീരിയം, ദിസ് ഈസ് ബിനാൻസ്, ദിസ് ഈസ് ബേസ് ചെയിൻ. ഇപ്പോൾ ആസ് ഓഫ് ടുഡേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റൻഷൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഫ്രണ്ട്ടെക് 33. അതായത് കാരണം ഒരു 3 ആഴ്ച മുമ്പ് ഒരു വിപ്ലവകരമായ ഒരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ള ഒരു സോഷ്യൽ ടോക്കണാണ് ഫ്രണ്ട്ടെക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ നെയിമിൽ നിന്ന് തന്നെ അതിന്റെ ഒരു വേരിയന്റ് ആയിരിക്കാനാണ്, അതിന്റെ ഒരു വേരിയന്റ് ബേസ് ചെയിനിൽ ഇറങ്ങിയിരിക്കാനാണ് സാധ്യത. സ്കാം ആവാനും സാധ്യതയുണ്ട്. ടോട്ടൽ വോളിയം ആകെ 30,000 മാത്രമേ ഉള്ളൂ. നോട്ട് എ ഗുഡ് സൈൻ. നമ്മളിത് ഡെയിലി ഒബ്സർവ് ചെയ്ത് സാധ്യതയുള്ള കോയിനുകൾ കുറച്ച് നാൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജാക്ക്പോട്ട് പോലെ ഒരു നല്ല കോയിൻ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന കോയിനുകൾ ഏതൊക്കെയാണ്, ഏത് ചെയിനിലാണ് അത് ഇറങ്ങുന്നത്, എത്രത്തോളം വോള്യൂം അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സെക്ഷൻ നമ്പർ 3 എല്ലാവരും ഡെയിലി ചെക്ക് ചെയ്യേണ്ട ഒരു സെക്ഷനാണ്. പുതിയ കോയിനുകളെ കുറിച്ചുള്ള അറിവ് കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇത്. പിന്നീട് അടുത്ത ഒരു സബ് കാറ്റഗറി ഉള്ളത് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ആണ്. അതായത് ഒരു ദിവസത്തിൽ ഏറ്റവും അധികം മൂവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള കോയിനുകളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിൽ ആക്ഷൻ ഒന്നും ചെയ്യരുതെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും കോയിനുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നല്ലതാണ്. ഈ കോയിൻ 42% ഒറ്റ ദിവസം കൊണ്ട് അപ്പായി. സോ ദർ ഈസ് സംതിങ് ഹാപ്പനിങ്. അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പാടുള്ളൂ. ഡോണ്ട് റഷ്. കാരണം ചിലപ്പോൾ അതൊരു മാനിപ്പുലേഷന്റെ ഭാഗവുമാവാം. അതുപോലെ ടോപ്പ് ലൂസേഴ്സ്, ഈ കോയിനുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 30%, 40% ഒക്കെ ഇടിഞ്ഞതാണ്. ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. കോയിൻഗെക്കോയിലെ പ്രധാനപ്പെട്ട 7 ബ്ലോക്കുകളിൽ 3 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത 3 നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കോയിൻഗെക്കോ എന്നുള്ള ടൂൾ എഫക്റ്റീവ്ലി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു ഗൈഡ് ലൈൻ തരാൻ ഈ വീഡിയോയ്ക്ക് പറ്റിയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട് who want to make it in crypto. Thank you.